ഹലോ ഡിയേഴ്സ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണല്ലേ. നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള, ചില ആളുകൾക്ക് വളരെ താല്പര്യമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഒരുപാട് കഥകളൊക്കെ കേട്ട് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വർഷം സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ സൈലത്തിൽ അജ്സൽ സാറും ഫസൽ സാറും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ചോദിക്കുന്നത് 14 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം പഠിക്കാനുള്ളത്. 14 ചാപ്റ്റേഴ്സ്. പക്ഷെ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് ഈ ചാപ്റ്റേഴ്സിനോട് ഒരുപാട് കൂടും. ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് എന്നുള്ളത് സോഷ്യൽ സയൻസ് 1ഉം സോഷ്യൽ സയൻസ് 2, ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് 2 ടെക്സ്റ്റ് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ ഈ പറയുന്ന നമ്മുടെ 8ാം ക്ലാസ്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 14 മാർക്കിനാണ്. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഏകദേശം 40 മാർക്കിലാണ് നമ്മളോട് എന്തിന് ചോദിക്കുക, എക്സാമിൽ അല്ലേ, നമ്മളോട് എക്സാം 40 മാർക്കിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏകദേശം ഒരു ആദ്യത്തെ 4 ചാപ്റ്റർ അല്ലേ, ആദ്യത്തെ 4 ചാപ്റ്റർ ആണ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുണ്ടാവുക. നമ്മുടെ പിന്നത്തെ എന്താണ്, ക്രിസ്മസ് പരീക്ഷ, ഹാഫ് ഇയർലി എക്സാം ആകുമ്പോഴേക്ക് 14 ചാപ്റ്റേഴ്സിൽ ഏകദേശം ഒരു 3 ചാപ്റ്റർ ഒഴികെ ഒരു 11 ചാപ്റ്റർ വരെയൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഹാഫ് ഇയർലി അഥവാ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും നമുക്ക് പഠിക്കാനുണ്ടാവും. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ചാപ്റ്റേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ അല്ലേ? നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ. ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ ആദ്യകാല മനുഷ്യ ജീവിതം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എനിക്ക് തോന്നുന്നു 5th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പാലിയോലിത്തിക്, മെസ്സോലിത്തിക്, നിയോലിത്തിക്, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് റിവർ വാലി സിവിലൈസേഷൻ അഥവാ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം, മെസ്സപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. 4ഓളം സിവിലൈസേഷൻ ആണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ജിയോഗ്രഫി, നമ്മുടെ ഭൂമിശാസ്ത്രപരവുമായി ബന്ധപ്പെട്ടതാണ്. ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ് അഥവാ ഭൗമരഹസ്യങ്ങൾ തേടി. നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ എന്തൊക്കെയാണ് അല്ലെ, ഭൂമിയുടെ ഉള്ളറകളിൽ ഉണ്ടാവുന്ന കാര്യം, നല്ല രസം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. നാലാമത്തെ ചാപ്റ്റർ അവർ ഗവൺമെന്റ്. എന്താണ് ഗവൺമെന്റ്, എന്താ ഗവൺമെന്റ് എന്ന് അറിയോ നിങ്ങൾക്ക്? ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തത് വീണ്ടും ചരിത്രം, ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ആൻഷ്യൻ തമിഴകം അല്ലെ, പ്രാചീന തമിഴകം എന്ന് പറയും. നമ്മുടെ പഴയകാല കേരള ചരിത്രമാണ് നമുക്ക് കൂടുതലും ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ആറാമത്തത് റീഡിംഗ് മാപ്സ് അല്ലെ, ഭൂപടങ്ങൾ വായിക്കാം. ഇത് നിങ്ങൾ മുൻ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ടാവും. ഒരു ഭൂപടം, ഒരു മാപ്പ് കണ്ടാൽ അത് എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൽ കാണുന്ന ഓരോരോ ചിഹ്നങ്ങൾ എന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, രസകരമായ കാര്യങ്ങൾ പഠിക്കുന്നതാണത്. ആൻഡ് ഏഴാമത്തെ ചാപ്റ്റർ എക്കണോമിക് തോട്ട് അഥവാ സാമ്പത്തിക ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എട്ടാമത്തത് ടുവേർഡ്സ് ഗാൻജറ്റിക് പ്ലെയിൻ, ഗംഗാ സമതലത്തിലേക്ക്, ഗംഗാ തീരങ്ങളിൽ ആളുകൾ താമസിച്ചു തുടങ്ങിയത് മുതൽ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പഠിക്കുന്നത്. ദെൻ മഗധ മുതൽ താനേശ്വരം വരെ, ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കിയാണ് ശരിക്കും. ഓക്കെ, ഇതും ഇന്ത്യൻ ചരിത്രം, ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട നല്ല രസമുള്ള ചാപ്റ്ററാണ്. കുറച്ച് വലുതാണ്, പക്ഷെ നമുക്കത് രസമായിട്ട് പഠിക്കാം. ആൻഡ് അടുത്ത് നമ്മൾ വീണ്ടും ഏതാണ് ചാപ്റ്റർ നോക്കൂ, ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പുതപ്പ്. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏതൊക്കെ വാതകങ്ങളാണ്, അതുപോലെ തന്നെ നിങ്ങൾ പലതരം അറ്റ്മോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇങ്ങനത്തെ കുറേ രസമായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്ററിന്റെ പേര് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇങ്ങനെ വളർന്നു വരാൻ കാരണമായ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നു, എക്കണോമി. ആൻഡ് വാട്ടർ ഓൺ എർത്ത് അല്ലെ, ഭൂമിയിലെ ജലം, ഭൂമിയിലെ ജലത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ കുറച്ച് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നൊരു ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് 13 ചാപ്റ്ററേ ഉള്ളൂ, ഇപ്പോൾ ഈ ചാപ്റ്റർ ആഡ് ആക്കിയതാണ് പിന്നീട്. ആസ് ദ ടൊറൻഷ്യൽ റെയിൻ പോ ഡൗൺ, പേമാരി പെയ്തിറങ്ങിയപ്പോൾ, നമുക്ക് പ്രളയം ഉണ്ടായ സമയത്ത് നമ്മൾ നേരിട്ട കുറേ പ്രശ്നങ്ങൾ, ഇത് ഒരു ചുമ്മാ നമുക്ക് വേഗം ഈസി ആയിട്ട് അറിയാവുന്ന, നമ്മളൊക്കെ നേരിട്ട് സാക്ഷിയായിട്ടുള്ള നമ്മുടെ പ്രളയം ഉണ്ടായിട്ടില്ലേ, ഫ്ലഡ്, ആ ഒരു സമയത്തുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെ 14 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 40 മാർക്കിനാണ് നമ്മളോട് എക്സാമുകൾ നടക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നിങ്ങൾ
നിങ്ങൾ സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, ഇനി സോഷ്യൽ സയൻസിൽ ഏത് സബ്ജക്റ്റും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിലെ ടീച്ചേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും. ഏതായാലും സോഷ്യൽ സയൻസ് ഞാനും ഫസൽ സാറും അടിച്ച് പൊളിച്ച് നിങ്ങളെ പഠിപ്പിക്കും, ഒരു സംശയവും അതിലില്ല. സോ നമുക്ക് വീണ്ടും കാണാം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. സോ താൽക്കാലികമായിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.